എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. എണീക്കുമ്പോൾ തന്നെ ഒരു 10 മണിയായി. നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസം അത്യാവശ്യം നല്ലോണം ഞാനും കുഞ്ഞുപെണ്ണ് ഉറങ്ങും. അതിന് ശേഷം എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി ആക്കി വെച്ചിട്ടുണ്ട്. ദോശയും ചമ്മന്തിയും നല്ല ചൂട് ചായ. കിടിലൻ കോമ്പിനേഷൻ അല്ലേ അല്ലേ? രാവിലെ എണീറ്റോടെ കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാണ്. എന്നാലും ചേച്ചി കഷ്ടപ്പെട്ട് കൊടുക്കും. ചേച്ചിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊടുക്കും. അങ്ങനെ മാറി മാറി കൊടുക്കാറാണ് പതിവ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് അച്ചു 7 മണിക്കാട്ടോ ഡ്യൂട്ടി ആവുകൊണ്ട് അവള് രാവിലെ പോയി. അതുകൊണ്ട് പെണ്ണ് എന്നെ പറ്റിയിട്ട് തന്നെ ഇരിക്കും. ചേച്ചീൻ്റെ അടുത്ത് അങ്ങനെ പോവില്ല, പക്ഷെ എന്നാലും പോവും, വലിയ കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ചിക്കൻ ബ്രസ്റ്റും മുട്ട പുഴുങ്ങിയതും കാര്യങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ബ്രോക്കലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബോയിലാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുഞ്ഞിപ്പണിയെ കുളിപ്പിച്ചെടുത്ത് ആ ചടങ്ങ് അങ്ങ് തീർത്തു. ഒരു കെട്ട പണിയാണ്. അതിനുശേഷം അവളുടെ മുടി ഉണങ്ങിയ ശേഷം മുടി കെട്ടിക്കൊടുക്കല്, കണ്ണെഴുതല്, അതിനൊക്കെ നിന്നില്ല. അതിനൊന്നും ഒരു മടിയുമില്ല. നോക്കറ പെണ്ണിനെ നോക്കറ, നല്ല പാങ്ങില്ലേ, സൂപ്പറായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓടി പഠിച്ച് ജിമ്മിലെത്തി. നമ്മളെ ട്രെയിനർ ഉണ്ട് ഇവിടെ. നമ്മളെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണിക്കൂർ എന്ന് പറയുന്ന ജിമ്മിലാണ്. അപ്പോൾ ഇന്ന് ഡെഡ് ലിഫ്റ്റും ലോവർ ബാക്കും ആയിരുന്നു മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് പോസൊക്കെ ചെയ്തിട്ട് അവിടെ ഞാൻ മെല്ലെ ഇറങ്ങി വരുമ്പോഴത്തേന് ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അച്ചു വന്നു. കുറച്ച് ചായക്കടിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. എനിക്ക് കുഞ്ഞിപ്പെണ്ണും പപ്സാണ് വാങ്ങിയത്, മുട്ട പപ്സ്. അതിനുശേഷം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി മത്സരിച്ച് മുട്ട പപ്സൊക്കെ കഴിച്ച്. അതിനുശേഷം ഞാൻ ഒരു 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയാൽ അറിയാലോ, പിന്നെ വീഡിയോയും പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം വളരെ ചെറുതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്